ഹലോ ഗായ്സ്, ഇന്ന് ഏട്ടൻ്റെ അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ബസ് കയറി ഇരുന്നത് മാത്രം ഓർമ്മയില്ല. ദാണ്ട് അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് ബസ് കൊണ്ടുവരും മതിലിനടിച്ചിട്ട് നടപ്പാതൻ്റെ സ്ലാബും പൊട്ടി ടയർ അങ്ങ് താണിട്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സിന് സൈഡ് കൊടുത്തതാണ്. അപ്പോൾ നമ്മളെ ബസ് നേരെ കൊണ്ടുവരും മതിലിനടിച്ച് സ്ലാബിൻ്റെ ഉള്ളിലേക്ക് ടയറും കുടുങ്ങി. എന്താണെന്നറിയാൻ പിടിച്ച് എല്ലാവരും ആകാംക്ഷയോടെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ വ്യവരാതിയോടെ കീഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പം എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാനും ആ ആകാംക്ഷയിലൊന്ന് എത്തി നോക്കി. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വലിയ ഹൈറ്റൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കണമായിരുന്നു. എത്തി നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഇറങ്ങുന്നതും ഒക്കെ ആകാംക്ഷയോടെ ഞാനും കാത്തിരുന്നു. അപ്പം മെല്ലൻ എല്ലാവരോടും ഇറങ്ങിക്കോന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും അങ്ങ് ഇറങ്ങിയിട്ട് ഞാനും ഒന്ന് പോയി നോക്കി. എൻ്റെ ഭഗവാനെ, കണ്ട ഞാനങ്ങ് ഒരു നിമിഷം തരിച്ചു പോയി. ടയർ അങ്ങ് പൊട്ടി സ്ലാബിൻ്റെ ഉള്ളിൽ താന്നിട്ടുണ്ട്. ആർക്കൊന്നും പറ്റിയില്ല. അത് തന്നെ എന്തോ ഭാഗ്യം. എല്ലാവരും ഇറങ്ങി ഒരു സൈഡിലോട്ട് മാറി നിന്നു. ബസ്സിലോട്ട് ഒരു നോട്ടം ആദ്യമേ നോക്കി. കണ്ണെടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു ടെൻഷൻ കൊണ്ടേ. പിന്നെ എന്ത് ചെയ്യണം, ഇനി എങ്ങനെ പോകണം എന്നുള്ള ആകാംക്ഷയിൽ ഇതായിരിക്കുമ്പോഴാണ് നമ്മളെ കഥാനായകനെ പോലെ നമ്മൾ JCB തൊട്ടടുത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു, അവിടുന്ന് കടന്നു വന്നത്. പിന്നെ ബസ്സിനെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കി. JCBനെ കൊണ്ട് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോഴാണ് ഒന്ന് നമുക്ക് കെട്ടി വലിച്ച് നോക്കാമെന്ന് കുറേ ആൾക്കാർ പറയുന്നത് കേട്ട്. അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. കെട്ടി വലിക്കും തോറും ബസ്സിൻ്റെ എന്തൊക്കെയോ പൊട്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും എന്തൊക്കെയോ ഊരി വെച്ചിട്ട് അങ്ങനെ കെട്ടി വലിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സമയമാവുമോ ചോദിച്ചപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ കണ്ടക്ടർ അതാ നമ്മളെ അടുത്തേക്ക് ഓടി വന്നിട്ട് നമുക്ക് വിഷു കൈനീട്ടം തരുന്നത് പോലെ നമ്മളെ പൈസയൊക്കെ തിരിച്ച് തരുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും കിട്ടി എൻ്റെ പൈസ തിരിച്ച്. അപ്പം അതും വാങ്ങി നേരെ നടക്കുവാണ്. അപ്പം എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടി നേരെ നടന്ന് നേരെ ഞാൻ അങ്ങനെ കാര്യത്തിനോട്ട് പോയി. ഞാനപ്പോൾ നേരെ സൂര്യയിലാണ് പോയത്, കണ്ണൂരാണിത്. അപ്പോൾ അവിടെ കയറി അമ്മക്ക് വേണ്ട ഗിഫ്റ്റൊക്കെ വാങ്ങി. അപ്പോഴതാ ഏട്ടൻ എന്നെ വിളിക്കുന്നു. എനിക്ക് ഷോപ്പിലേക്ക് ഒരു കർട്ടനും കൂടി ഒന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഞാൻ അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഷോപ്പിലേക്ക് വാങ്ങിയ കർട്ടൻ. അതും കൊണ്ട് നേരെ ഞാൻ വീട്ടിലോട്ടെത്തി. അപ്പോൾ അതാ നല്ല പാൽപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ചു. അമ്മയ്ക്ക് നേരെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മോളിന് ഗിഫ്റ്റ് കൊടുത്ത് താഴോട്ട് വരുവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് പ്രത്യേകം എന്നോട് പറഞ്ഞു ഞാൻ കൊടുത്തോളും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ അത് സർപ്രൈസായിട്ട് ഒളിപ്പിച്ച് വെച്ച് നടക്കുവാണ് ബാക്കിലൊക്കെ വെച്ചിട്ട്. നേരെ അമ്മേൻ്റെ അടുത്തോട്ട് പോയി അമ്മേനെ വിളിച്ചു. അമ്മയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മ അത് ആകാംക്ഷയോടെ എന്തോ പിടിച്ച് പറിച്ച് പൊളിക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ അത് അമ്മക്ക് കൊടുത്തു. അമ്മ പൊളിച്ച് നോക്കുവാണ്. അപ്പോൾ അതിനിടയിൽ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വൃത്തിയോട് പോയിട്ടുണ്ട്. അപ്പോൾ പൊളിച്ചു. അത് അപ്പം അമ്മ ഗിഫ്റ്റ് നോക്കുവാണ്. അപ്പോൾ ഒരു പച്ച മാക്സിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു എനിക്ക് ആ ഒരു കളർ ഇല്ലാതൊരു കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഹാപ്പി, അമ്മയും ഹാപ്പി. അപ്പോൾ ഇതാണ് അനു വാങ്ങിച്ചു കൊടുത്ത മാല. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കൊടുത്ത മാക്സി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയില്ല ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആണ്. ടാറ്റാ.